തമാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാനൊരു സ്പെഷ്യൽ മുറുക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ വന്നിട്ടുള്ളത്. അപ്പോൾ 2 വെജിറ്റബിൾസ് വെച്ചിട്ടാണ് ഞാൻ ഈ മുറുക്ക് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു മുറുക്ക് ഉണ്ടാക്കാനായിട്ട് വളരെ ഈസിയാണ്, നല്ല ടേസ്റ്റിയായ മുറുക്കാണിത്. നമ്മളെ കുട്ടികൾ ഇനി വെജിറ്റബിൾസ് ഒന്നും കഴിക്കുന്നില്ലെങ്കിൽ അവർക്ക് ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി കൊടുത്താൽ അവരെ നന്നായിട്ട് കഴിച്ചോളും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. ഇനി നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഉണ്ടാക്കാനായിട്ട് ഞാനൊരു ക്യാരറ്റും ഒരു ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. അത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി കുക്കറിലിട്ടിട്ട് 4 വിസിൽ വരുന്നവരെ ഇത് വേവിച്ചിട്ടെടുക്കണം. ഇനി നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾ ക്യാരറ്റ് എത്രയാണ് എടുക്കുന്നത് അതിൻ്റെ അതേ അളവിൽ തന്നെ നിങ്ങൾ ഉരുളക്കിഴങ്ങ് എടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് വേവിച്ചിട്ടെടുക്കാം നമുക്ക്. ഇനി ഇത് വേവിച്ച് വെച്ച ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഞാൻ തൊലിയെല്ലാം കളഞ്ഞ് ഇതുപോലെ തന്നെ കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു മിക്സീൻ്റെ ജാറിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നല്ലോണം അരച്ചിട്ട് പേസ്റ്റ് ആക്കിയിട്ട് എടുക്കണം. അപ്പോൾ ഇത് ഒന്നിച്ചിട്ട് അരക്കുന്നതെങ്കിൽ അങ്ങനെ അരക്കാം. ഞാനിപ്പോൾ ഇത് വേറെ വേറെയാണ് അരച്ചിട്ടുള്ളത്, എൻ്റെ മിക്സീൻ്റെ ചെറിയ ജാറിലായതുകൊണ്ട്. അപ്പോൾ നമുക്കിത് അരച്ചിട്ട് പേസ്റ്റ് ആക്കിയിട്ട് എടുക്കാം. ഇനി അരച്ചെടുത്ത വെജിറ്റബിൾസിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ 4 ടേബിൾ സ്പൂൺ അരിപ്പൊടി, ഇനി ഇതിലേക്ക് ഞാൻ ഒരു 4 ടേബിൾ സ്പൂൺ കടലമാവ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, ഇനി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഇനി ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, കുറച്ച് ഗരം മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ട് കുഴച്ചെടുക്കണം. ഇനി ഇതിൽ വെള്ളം ചേർത്തിട്ട് കുഴച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് വെള്ളം ചേർക്കാതെ നമുക്ക് കുഴച്ചെടുക്കാം. ഇനി ഈ ഒരു കവറിലേക്ക് ഞാൻ ലേശം എണ്ണ തടവി കൊടുത്തിന് അതിലേക്ക് നമുക്ക് ഈ ഒരു മാവ് ഇട്ട് കൊടുക്കാം. നിങ്ങളെ കയ്യിൽ ഇടിയപ്പത്തിൻ്റെ അച്ചുണ്ടെങ്കിൽ അതിലേക്ക് ചുട്ടെടുക്കാൻ പറ്റും, പക്ഷേ അത് കുറച്ചും കൂടി ഒട്ടിപ്പിടിക്കുന്നതുകൊണ്ടാണ് ഞാൻ അതിൽ ചുട്ടെടുക്കാത്തത്. ഉരുളക്കിഴങ്ങ് നമ്മൾ പുഴുങ്ങി മിക്സിയിലടിച്ചാൽ കുറച്ചൊരു സ്റ്റിക്കി ആയിരിക്കുമല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഇതിൽ ചുട്ടെടുക്കുന്നത്. നമ്മൾ എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് ഈ മാവ് ഇതിലേക്ക് ഇട്ടിട്ട് ചുട്ടെടുക്കാം. ഞാൻ ഈ ഒരു ഷേപ്പിലാണ് ഇതിൽ ചുട്ടെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നിങ്ങൾക്ക് ചുട്ടെടുക്കാൻ പറ്റും. പിന്നെ കുറച്ചുകൂടി എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു കത്രിക കൊണ്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് ഹൈ ഫ്ലെയിമിലിട്ടിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ തന്നെ ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ നമ്മൾ ഈ ഒരു മുറുക്ക് പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഒരു 2-3 മിനിറ്റ് ആകുമ്പോഴത്തേക്കും നമുക്കിത് ഫ്രൈ ആയിട്ട് കിട്ടുന്നതാണ്. ഒരു ബ്രൗൺ കളറാകുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പോൾ നമ്മൾ ഈ ക്രിസ്പിയായ മുറുക്കിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റിയിട്ട് അടുത്തതും കൂടി ഇതുപോലെ തന്നെ നമുക്ക് ഇത് ചുട്ടെടുക്കാം. അപ്പോൾ നമ്മളുടെ വെജിറ്റബിൾ ക്രിസ്പി മുറുക്കിട റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം.